നോമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ലളിതമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ അത്താഴം ഉദയത്തിന് മുമ്പ് അത്താഴം കഴിച്ചു, ഇനി നമ്മൾ അസ്തമയത്തിനെ തിന്നുള്ളൂ, വെള്ളം കുടിക്കുള്ളൂ, ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ്. ശരി, നീണ്ട ഒരു 12 മണിക്കൂറിലധികം സമയം നമ്മൾ എന്താണ്, പൂർണ്ണമായ പട്ടിണിയാണ്. അങ്ങനെ ഒരു പട്ടിണി സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായൊരു കാരണം. അതിൻ്റെ അർത്ഥം നമ്മൾ ആരെങ്കിലും പകല് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നതല്ല. അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ നമ്മുടെ ഭക്ഷണത്തിന് കുറവ് നോമ്പിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നോമ്പിൽ ഭക്ഷണത്തിന് കുറവ് വരണം, അപ്പോഴുള്ളൂ നോമ്പ് നോമ്പിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും നമുക്ക് ഫലപ്രദമാവണമെങ്കിൽ ഭക്ഷണം കുറയന്നെ വേണം. ഭക്ഷണം കുറയാൻ യാതൊരു സാധ്യതയും നോമ്പിലില്ല. അതാണ് എൻ്റെ കാര്യം. പകൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്നുള്ളത് സംഭവിക്കുമെങ്കിലും ഭക്ഷണം കുറയുക എന്നുള്ളത് നോമ്പിൽ ബോധപൂർവം ശ്രമിക്കാത്ത ഒരാൾക്കും അയാളുടെ ഭക്ഷണം കുറയില്ല. പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നതാണ്, മഹാനായ സയ്യിദ് റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാർ എന്നുള്ള തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ 11 മാസം മനുഷ്യൻ ഭക്ഷണം കഴിച്ചത് കൊണ്ട് അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ഒരു മാസം എന്നാണ്. ഏതുപോലെ നമ്മുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന പോലെ 11 മാസത്തെ ഭക്ഷണ ദോഷങ്ങളെല്ലാം നമ്മളിൽ നിന്ന് നീക്കിക്കളയാൻ എന്ത് ചെയ്യുമെന്നറിയോ, നോമ്പിന് പറ്റുന്ന. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കും നിങ്ങൾ.